ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റൈസ് ചാക്ക് വെച്ച് ഒരു ഡോർമാറ്റാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നീളം 21 ഇഞ്ചാണ്, വീതി 15.5 15.5 ശേഷം നമ്മൾ നൂല് സെലക്ട് ചെയ്യണം. സെൻറ്ററിൽ യെല്ലോയ്ക്ക് പകരം ഞാൻ ഗ്രീനാണ്, റെഡിന് പകരം പിങ്കാണ്, ശേഷം ഗ്രീനിന് പകരം ബ്ലാക്കാണ്. ഇത് ഷാർപ്നെസ് ഇല്ലാത്ത വലിയ ഹോളുള്ള നീഡിലാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നീളത്തിനുള്ള ആ ചാക്കിൻ്റെ പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കണം. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെൻറ്ററിൽ നമുക്ക് ചെയ്യുമ്പോൾ ആ ഡിസൈൻ ഓരോ പീസും നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. സൈഡിലാകുമ്പോൾ നമുക്ക് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നീളത്തിൻ്റെ വശം രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും അത് ഒന്നുകൂടി മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ സെൻറ്റർ എടുത്തിട്ട് ഈ ഇങ്ങനെ ലൈനായിട്ട് പോയിരിക്കുന്ന ഓരോ ചാക്കിൻ്റെ ഓരോ നൂലിൻ്റെയും ചാക്കനൂലിൻ്റെ അത് എണ്ണണം. സെൻറ്ററിൽ ഒന്നെടുത്തിട്ട് 5ാമത്തെ ലൈനിലാണ് കുത്തേണ്ടത്. അതുപോലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 5ാമത്തെ ലൈനിൽ ആ ഇടയ്ക്ക് ഗ്യാപ്പുള്ള സൈഡിൽ. ഇപ്പോൾ സെൻറ്റർ എന്ന് സെൻറ്ററാണ് ഞാനിപ്പോൾ സൂചി കുത്തി വെച്ചിരിക്കുന്നത്. അവിടുന്ന് ലെഫ്റ്റും റൈറ്റും 5 വീതം എടുക്കണം. അങ്ങനെ ടോട്ടൽ 11 നമ്മൾക്ക് എണ്ണുമ്പം കിട്ടുന്നത്. 11ാമത്തെ ആ ഗ്യാപ്പിലാണ് വരേണ്ടത്. ലൈൻ എണ്ണുമ്പം 11ാമത്തെ ലൈൻസിലാണ് നമ്മൾ സൂചി കുത്തിയിട്ട് അടിയിൽ കൂടി കൊണ്ടുവരണം. ഇപ്പോൾ എഴുത്തുള്ള ചാക്കിൻ്റെ ആണെങ്കിൽ അടിവശം എടുത്താൽ മതി. അപ്പോൾ എഴുത്ത് വരത്തില്ല. എഴുത്തുള്ള വശമാകുമ്പോൾ നമുക്ക് ഇത് നൂല് തയ്ക്കുമ്പോഴായാലും അതിലെ കളറ് കാണും, വേറെ കളറായിട്ട്. അപ്പോൾ നമ്മൾക്ക് അടിയിലത്തെ പീസായിട്ട് എടുക്കാം, ബാക്ക് സൈഡ് എടുക്കാം. അപ്പോൾ നമ്മൾ 11ാമത്തെ സെൻറ്ററിൽ എടുത്തിട്ട് 11ാമത്തെ ലൈനിലെ ആണ് എടുക്കുന്നത്. ഇനിയും നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് എടുത്തതിൻ്റെ നെക്സ്റ്റ് ഗ്യാപ്പിലാണ് വരേണ്ടത്, നെക്സ്റ്റ് ലൈൻ. അപ്പോൾ 5 ലൈനാണ് ചെയ്യേണ്ടത്. 5 ലൈൻസാണ് ഒരു കളറിൽ നമ്മൾക്ക് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 11ാമത്തെ ലൈനിലാണ് ഓരോ പ്രാവശ്യവും നമ്മൾ 11ാമത്തെ ഒരു പ്രാവശ്യം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അതനുസരിച്ച് തയ്ച്ച് വന്നാൽ മതി. ഇപ്പോൾ 5 ലൈനാണ് ഒരു കളറിൽ. നമുക്ക് 5 ലൈൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. നൂല് അത് തീരുമ്പോൾ ആ 5 ലൈൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ അടിയിൽ കുത്തിയെടുത്താൽ മതി. എന്നിട്ട് താഴെ നമുക്ക് അടിവശത്ത് ഒരു കെട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ നൂല് പൊങ്ങി വരും ലൂസായിട്ട്. അപ്പോൾ ഇതേപോലെ എഴുത്തുള്ള വശമാണെങ്കിൽ നമുക്കതിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം. എന്നിട്ട് നമ്മൾക്കൊരു കെട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഗ്രീൻ കളറ് ഇപ്പോൾ എടുത്ത് അത് കുറച്ചേ ആവുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾക്കൊരു കെട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് നൂല് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് റെഡ് കളറിൻ്റെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഇതിൽ ആ യെല്ലോ ചെയ്തതിൻ്റെ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റുമാണ് എടുത്ത് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സെൻറ്ററിലെ ലൈനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത ലൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് കൂടുതൽ ഈ നൂലിലാണ് നമ്മൾക്ക് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഗ്രീനിൽ നമ്മൾ എടുത്ത അതേ ഇടത്ത് തന്നെ കുത്തിയിട്ടാണ് അടുത്ത 11ാമത്തെ ലൈൻ വിട്ടിട്ടാണ് 11ാമത്തെ ലൈൻ വരുന്ന ആ ഗ്യാപ്പിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നിനും നമ്മൾക്ക് 11 ലൈൻസാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ ചെയ്ത് അതേ ഇടത്ത് തന്നെയാണ് ജോയിൻ്റായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് 5 ലൈൻസാണ് നമ്മൾക്ക് ചെയ്യേണ്ടുന്നത് ഓരോ കളറിൻ്റെയും.
ശേഷം അടിയിൽ കൂടി നൂല് കൊണ്ടുപോയിട്ട് അടുത്തടുത്ത് ചെയ്യണം. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഗ്രീനിൻ്റെ സെൻറ്റർ എടുക്കണം. സെൻറ്റർ എടുത്തിട്ട് റൈറ്റിലോട്ടാണെങ്കിലും ലെഫ്റ്റിലോട്ടാണെങ്കിലും 11ാമത്തെ ലൈനിലാണ് സൂചി കുത്തേണ്ടുന്നത്. 11 നമ്പറാണ്, 11 എടുക്കേണ്ടത്. 11 ലൈൻസാണ് എടുക്കേണ്ടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ ഗ്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് സൂചി കുത്തിയിട്ട് നമ്മൾ 11ാമത്തെ ഇതിൽ കുത്തിയാണ് തിരിച്ച് വീണ്ടും നെക്സ്റ്റ് തയ്ച്ച് വരുന്നത്. ഇനി നെക്സ്റ്റ് ഗ്യാപ്പിൽ ഇനി അടുത്ത നെക്സ്റ്റ് ലൈനിൽ അങ്ങനെ 5 ലൈൻസാണ് നമുക്ക് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് റൈറ്റ് സൈഡ് നമ്മൾ റൈറ്റ് വശം ചെയ്ത് കഴിഞ്ഞു. ഇനി ലെഫ്റ്റ് സൈഡ് നമ്മളിപ്പോൾ റൈറ്റിൽ തയ്ച്ചതുപോലെ തന്നെ ഇനി ലെഫ്റ്റിലും അതേപോലെ തന്നെ തയ്ക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പഴയ നമ്മൾ ചെയ്തിടത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. ഇനി അവിടെ നിന്നും 11ാമത്തെ ലൈനിലാണ് നമ്മൾക്ക് കുത്തിയെടുക്കേണ്ടുന്നത്. ഇവിടെ നമ്മൾ പഴയത് ചെയ്ത ആ ലൈനിൽ തന്നെയാണ് റൈറ്റ് സൈഡിൽ നമ്മൾ സൂചി കുത്തിയെടുക്കേണ്ടുന്നത്. നൂലിനെ പഴയത് നമ്മൾ തയ്ച്ച് അവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 5 ലൈൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 11ാമത്തേതിലാണ് എടുത്ത് ചെയ്യേണ്ടുന്നത്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ 2 സൈഡിലെ ചെയ്തതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾക്ക് ഒരെണ്ണം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് 2 എണ്ണത്തിൻ്റെ കൂടെ സെൻറ്റർ ഭാഗത്തുകൂടി എടുക്കണം. 2ൻ്റെ ഹാഫ്. അപ്പോഴും നമ്മൾക്ക് 11 വരും. ഇല്ല, ഒരെണ്ണം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. ഫുൾ സെൻറ്റർ 2 മുകളിൽ ചെയ്തതിൻ്റെ 2 എണ്ണത്തിൻ്റെ കൂടി സെൻറ്റർ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് അവിടെ നമ്മൾക്ക് ഒരെണ്ണം ചെയ്താൽ മതി. 5 ലൈനിൻ്റെ ഒരെണ്ണം ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് ഗ്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾക്ക് ഒരെണ്ണം കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ ചെയ്തതിൻ്റെ അവിടെ തന്നെ അതേ ഗ്യാപ്പിലാണ്, സെയിം ഗ്യാപ്പിലാണ് നമ്മൾക്ക് സൂചി കുത്തി മുകളിൽ കൊണ്ടുവരേണ്ടത്. അവിടെ നിന്ന് കൗണ്ട് ചെയ്ത് നമ്മൾക്ക് 11 നമ്പറിലാണ് വരേണ്ടത്. 11 ലൈൻസ് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 11ാമത്തെ ഇതിലാണ് നമ്മൾ 11ാമത്തെ ലൈനിലാണ് കുത്തിയെടുക്കേണ്ടുന്നത്. 5 ലൈൻസ് വീതമാണ് നമുക്ക് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ ഗ്രീനിൻ്റെ താഴെ നമ്മൾ ഹാഫ് വെച്ച് ലെഫ്റ്റ് റൈറ്റ് 2 എണ്ണം ചെയ്തതുപോലെ തന്നെ മുകളിലും സെയിം അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ആ സെൻറ്റർ താഴെ നോക്കുമ്പോൾ നമുക്ക് അതേ ലൈനിൽ സെൻറ്റർ എടുത്താൽ മതി. താഴെ നമ്മൾക്ക് സെൻറ്റർ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് നമ്മൾക്ക് 2 എണ്ണം ചെയ്തതിൻ്റെ അതേ സെൻറ്ററിൽ നിന്ന് തുടങ്ങി നമ്മൾക്ക് ഇനിയും 11ാമത്തേതിലാണ് സൂചി കുത്തിയെടുക്കേണ്ടുന്നത് നൂലിനെ. ഇപ്പോൾ നമ്മൾ 1 ചെയ്ത് കഴിഞ്ഞു. അവിടുന്ന് 11ാമത്തെ ലൈനിലാണ് നമ്മൾ നൂലെടുത്തത്.
ഒരേപോലെ വേണം നമ്മൾ കുത്തിയെടുക്കാൻ. ഇപ്പോൾ 5 ലൈൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഒരെണ്ണം കൂടി ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സെയിം അവിടെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ നൂല് കുത്തിയെടുത്ത് അതേ ഭാഗത്ത് തന്നെ വീണ്ടും റൈറ്റ് സൈഡിൽ അവിടെ തന്നെ കുത്തിയാൽ മതി. ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് 11 ലൈൻ കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ 2 ലെഫ്റ്റ് റൈറ്റ് രണ്ടും ചെയ്ത് കഴിഞ്ഞു. ഇനി സെൻറ്ററിൽ നമ്മൾ താഴെ നമ്മൾ 1 ചെയ്തതുപോലെ തന്നെ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ സെൻറ്റർ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ സെൻറ്റർ എടുത്തിട്ട് അടുത്തതിൻ്റെ സെൻറ്ററിലാണ് സൂചി കുത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൻ്റെ സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തതിൽ നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ 11ാമത്തെ എണ്ണി എടുത്താൽ മതി. അപ്പോൾ നമ്മൾക്കതിൻ്റെ സെൻറ്റർ വേണം. രണ്ടിൻ്റെയും കൂടെ സെൻറ്ററിലാണ് വരേണ്ടുന്നത്. ഇത് നമ്മൾ നൂലെടുക്കുമ്പോൾ ഒരുപാട് വലിച്ച് ടൈറ്റ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ഒരു പീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജോയിൻ ആയിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞെടുത്തുനിന്ന് ഞാൻ ആ ഗ്രീനിന് പകരം ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പഴയയിടത്തുനിന്ന് സെയിം ഗ്യാപ്പിൽ നിന്ന് നമ്മൾ ചെയ്തെടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് 11ാമത്തെ ലൈനിൽ പോയാണ് സൂചി കുത്തേണ്ടുന്നത്, കുത്തി നൂലിനെ കൊണ്ടുവരേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് 5 ലൈൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതേപോലെ ഒരു ഡിസൈനും കൂടി ചെയ്യണം. ഇനി നമ്മൾക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. സെൻറ്ററിൽ നമ്മളിവിടെ ഗ്രീനിന് പകരം ഞാൻ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് ഈ കളറിലാണ് ചെയ്യേണ്ടുന്നത്, മജന്ത കളർ. അപ്പോൾ അവിടുന്ന് നമ്മൾക്ക് 11ാമത്തെ ലൈനിൽ പോയി നൂലിനെ കൊണ്ടുവരണം. ഇനിയിപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്താൽ മതി. നമ്മൾ നൂല് കെട്ടിടണം, ഇല്ലെങ്കിൽ നൂല് പൊങ്ങി വരും. അത് ഞാൻ കെട്ടിയില്ലായിരുന്നു. ബ്ലാക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിൽ നൂലിന് കെട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് സെൻറ്ററിൽ നമ്മൾക്ക് ഗ്രീൻ ചെയ്യണം. നൂല് ബാക്കിൽ മറ്റേ
ബ്ലാക്ക് കളറ് നൂലങ്ങനെ ഇട്ടിരുന്നാലും മതി. പക്ഷെ ഗ്രീന് നമുക്ക് ഏത് നൂലായാലും അത് അപ്പപ്പോൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ അത് നൂല് ബാക്കിൽ കെട്ട് കൊടുക്കണം. ഒരു പീസ് ചെയ്തതിന് ശേഷം കെട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾക്ക് സെൻറ്ററിലെയാണ് ചെയ്യാനുള്ളത്. സെൻറ്ററിൽ ഗ്രീനാണ്. നമ്മൾക്ക് ഗ്രീന് 5 ലൈനാണ് ചെയ്യാനുള്ളത്. കട്ടിയുള്ള നല്ല ചാക്ക് കിട്ടിയാൽ നല്ലതാണ്. നമ്മൾക്ക് അടിയിൽ നമുക്ക് ഈ ചാക്കിൻ്റെ കളറൊന്നും കാണത്തില്ല. നമ്മളിപ്പോൾ സെൻറ്ററിൽ ഗ്രീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ ഫസ്റ്റ് ചെയ്തത് നോക്കി നമുക്ക് ചെയ്യാം. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലും അതേപോലെ നമുക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് നോക്കി ചെയ്താൽ മതി. ഇപ്പോൾ ഗ്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇനി അടുത്തത് ഗ്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴെയും മുകളിലും നമ്മൾക്ക് ലെഫ്റ്റ് റൈറ്റ് 2 ലൈന് 2 എണ്ണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ഗ്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾക്ക് ഇനിയും കൗണ്ട് ചെയ്തെടുക്കണം. 11 ലൈനിലാണ് നമ്മൾക്ക് കുത്തേണ്ടുന്നത്. പതിനൊന്നാമത്തെ ലൈനിലാണ്. ഇനി നെക്സ്റ്റ് ലൈനിലാണ് നമ്മൾക്ക് നൂല് കൊണ്ടുവരേണ്ടുന്നത്. ഓരോന്നും 5 ലൈൻസ് വീതമാണ് ചെയ്യേണ്ടുന്നത്. ഇനി നമ്മൾക്ക് ലെഫ്റ്റിലും സെയിം അതേപോലെ തന്നെ ചെയ്യണം. സെയിം കളർ നൂല് വെച്ച് തന്നെ ചെയ്യണം. കട്ടിയുള്ള വൂളൻ ത്രെഡും കട്ടിയുള്ള ഈ ചണച്ചാക്കും ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് 11ാമത്തെ ലൈനിലാണ് ചെയ്യേണ്ടുന്നത്. കൗണ്ട് ചെയ്തിട്ട് 11 നമ്പർ വരണം. ഒരു ലൈൻ ചെയ്തതിൻ്റെ അടിയിലത്തെ ലൈനിലേ പിന്നീട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 2ൻ്റെയും കൂടെ സെൻറ്റർ പാർട്ട് എടുത്തിട്ട് നമ്മൾക്ക് ഒരെണ്ണമാണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾക്ക്. ഇനിയും മുകളിലും ഇതുപോലെ തന്നെ ചെയ്യണം. അതിന് ശേഷം 2ൻ്റെയും കൂടെ സെൻറ്ററിൽ
ആ കളറിൽ സെയിം കളർ നൂല് വെച്ച് തന്നെ ഒരെണ്ണം കൂടി ചെയ്യണം. നെക്സ്റ്റ് ജോയിൻ ചെയ്യുന്നത് ബ്ലാക്ക് കളർ നൂല് ചെയ്തിട്ട് വീണ്ടും പഴയ കളർ തന്നെ വീണ്ടും ഗ്രീന്. അങ്ങനെയാണ് ഈ ലൈന് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് എത്രയും നീളം വേണോ അതിൻ്റെ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചെങ്കിലും കൂടുതൽ ഇടണം. കാരണം നമ്മൾ തയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ നൂലിൻ്റെ ഇഴ ഇങ്ങനെ സൈഡിൽ നിന്ന് വിട്ടുപോകും. ഇനിയിപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻറ്ററിൽ അവിടെ നിന്ന് 11ാമത്തെ ലൈനിൽ കുത്തി 5 ലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ തന്നെ നോക്കി നമുക്ക് അടുത്തത് മജന്ത കളറിൽ 5 ലൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗ്രീനും 5 ലൈൻ ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ഈ കളറ് ഗ്രീനിൻ്റെ സെൻറ്റർ പാർട്ട് നോക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റ് 2. ഇപ്പോൾ ഞാൻ 3 ലൈന് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഒരു ബ്ലാക്ക് ചെയ്യുന്നതേ കാണിച്ചിരുന്നുള്ളൂ. അതിൻ്റെ സെൻറ്റർ പാർട്ട് നോക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റ് 2 എണ്ണം ബ്ലാക്കിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾക്ക് മുകളിലത്തെ തന്നെ നോക്കിയിട്ട് സെൻറ്ററിൽ അവിടെ 5 ലൈൻ ബ്ലാക്ക് ചെയ്യണം. ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പാർട്ട് എടുത്തിട്ട് ലെഫ്റ്റ് റൈറ്റ് 2 എണ്ണം അത്രയും ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ആ ഗ്യാപ്പുള്ളിടത്ത് ഹാഫ് എടുത്തിട്ട് 2 എണ്ണം ചെയ്യണം ബ്ലാക്കിൽ. അതാണ് 2 എണ്ണം ചെയ്യാനുള്ള ഗ്യാപ്പാണ് താഴെ വലുതായിട്ട് കിടക്കുന്നത്. സെൻറ്ററിൽ ഒരു ബ്ലാക്ക് അതിൻ്റെ ഹാഫ് എടുത്തിട്ട് ലെഫ്റ്റ് റൈറ്റ് 2 ബ്ലാക്ക് ചെയ്യണം. സെൻറ്ററിൽ അവിടെ ഗ്യാപ്പ് സ്പേസ് കിടക്കുന്നത് നമ്മൾക്ക് ബ്ലാക്ക് കൊണ്ടാണ് അത് ഫില്ല് ചെയ്യേണ്ടുന്നത്. ബ്ലാക്ക് കളർ വൂളൻ ത്രെഡ് വെച്ചാണ്. അവിടെയെല്ലാം നമുക്ക് ബ്ലാക്കാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നോക്കി നമുക്ക് മുകളിലത്തെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നോക്കി നമുക്ക് താഴോട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടേക്കുന്നിടത്ത് വീണ്ടും നമുക്ക് മജന്ത കളറിലെ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. ഫസ്റ്റ് 5 ലൈൻ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് റൈറ്റ് 2 ആ കളർ നൂലിൽ ശേഷം നമുക്ക് സെൻറ്ററിൽ ഗ്രീന് അപ്പോൾ ഞാൻ ഈ ലൈന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ കളറിലെ നൂലിൻ്റെ ആ ഡിസൈൻ മാത്രമേ ചെയ്തുള്ളൂ. ഇനിയും ബ്ലാക്കിലാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നോക്കി അവിടെയും ചെയ്യണം. അവിടെ നമുക്ക് ജോയിൻ ചെയ്യുന്നത് ബ്ലാക്ക് നൂലിലാണ്. 5 ലൈൻ ചെയ്തിട്ട് ബ്ലാക്ക് ശേഷം ഒരു ബ്ലാക്ക് ചെയ്തതിന് ശേഷം താഴത്തെ ആ സ്പേസ് കിടക്കുന്നത് 2 എണ്ണം ചെയ്യാനുള്ളതാണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അത്രയും സ്പേസ് കിടക്കുന്നത് 2 എണ്ണം ചെയ്യാനുള്ളതാണ്. ലെഫ്റ്റ് റൈറ്റ് 2. അപ്പം അങ്ങനെ മുകളിലത്തെ നോക്കി ഇതേപോലെ ചെയ്തിട്ട് അടുത്ത നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. അവിടെയെല്ലാം നമുക്ക് ബ്ലാക്ക് ചെയ്യണം. അത് ലാസ്റ്റ് ചെയ്താലും മതി.
ഇനി നമ്മൾക്ക് ഹാഫ് സൈഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് തിരിച്ച് ഇട്ടിട്ട് നമ്മൾക്ക് അടുത്തത് ചെയ്ത് തുടങ്ങണം. ഇനിയും നമ്മൾക്ക് മുകളിൽ നമ്മൾ 2 ലെഫ്റ്റ് റൈറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും അത്രയും സ്ഥലത്ത് നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഹാഫ് എടുത്തിട്ട് 2 സൈഡിലുമായിട്ട് ചെയ്യണം. 5 ലൈൻ വീതം, 5 ലൈൻ ലെഫ്റ്റ്, 5 ലൈൻസ് റൈറ്റ്. അങ്ങനെ ഇനി നമ്മൾക്ക് സെയിം അവിടെ തന്നെ കുത്തിയിട്ടാണ് നമ്മൾക്ക് ചെയ്യേണ്ടുന്നത് രണ്ടിടത്തും. അപ്പം നമ്മൾക്ക് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ 5 ലൈൻ വീതം ലെഫ്റ്റ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് അടുത്ത ഡിസൈന് മജന്ത കളറിൽ അത് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. അവിടെ നമ്മൾക്ക് മുകളിൽ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഈ ബ്ലാക്ക് താഴെ ചെയ്തിരിക്കുന്നതിൻ്റെ സെൻറ്റർ എടുത്ത് ലെഫ്റ്റ് റൈറ്റ് 2 ചെയ്യണം. ഇനി സെയിം അവിടെ തന്നെ നൂല് കൊണ്ടുവരണം. ഫസ്റ്റ് ചെയ്തതിൻ്റെ ഹോളിൽ തന്നെ റൈറ്റ് സൈഡിലും അത് തന്നെ 3 ജോയിൻ്റായിട്ടാണ് വരുന്നത്. 2 അപ്പോൾ നമ്മൾ അവിടെയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഈ മജന്ത കളറിലെ ഡിസൈനാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. ഈ 2ൻ്റെയും കൂടെ സെൻറ്റർ പാർട്ടിലാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 2ൻ്റെയും കൂടെ സെൻറ്റർ പാർട്ട് വരണം. ഇപ്പോൾ ഗ്രീന് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇനി അതുപോലെ തന്നെ നമുക്ക് അവിടെ സെൻറ്ററിൽ 5 ലൈൻസ് ചെയ്യണം. ശേഷം അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് 2 ഇപ്പോൾ ഫുള്ള് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനിയും നമ്മൾക്ക് ശേഷം അടിയിലത്തെ 2 കൂടി അടിയിൽ നമ്മൾക്കൊരു പീസ് തുണി വേണം. ഇപ്പം നമ്മൾക്ക് സെൻറ്ററിൽ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഒരേ ലൈനായിട്ടും ചെയ്തു പോകാം. പക്ഷേ നമുക്ക് നൂല് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് 5, 11, 11 അങ്ങനെ എടുത്ത് ചെയ്തു പോകാം. അപ്പോൾ അടിയിലൊരു തുണി വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിൻ്റെ ടോപ്പിൻ്റെ ആയിരുന്നു. അത് ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരികിൽ 4 സൈഡും തയ്ച്ചതിന് ശേഷം സെൻറ്ററിൽ ഇടയ്ക്ക് സെൻറ്റർ പാർട്ടിലും 2 സൈഡിലും ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ജോയിൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുത്തു. അങ്ങനെ സെൻറ്ററിൽ 3 ലൈനേ ഞാൻ ടോട്ടൽ സ്റ്റിച്ച് ചെയ്തുള്ളൂ. ഇനി നമ്മൾക്കതിൻ്റെ സൈഡിൽ നമ്മൾക്ക് തുണി വെച്ചടിക്കണം 4 സൈഡിലും. ഇത് എൻ്റെ ബ്ലൗസ് പീസിൻ്റെ ബാലൻസ് ഉള്ള എൻ്റെ തുണിയാണ് ഞാൻ വെച്ചടിക്കുന്നത്. അപ്പോൾ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതാണ്. അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല.